യൂട്യൂബിൽ 12 ലക്ഷത്തിലേറെ ആൾക്കാർ കണ്ട ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ. ഇതാ ഞാൻ പറഞ്ഞ ആ ഫേസ് പാക്ക്. കഴിക്കാൻ തോന്നിട്ടാ, നല്ല മണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇല്ല, ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഫേസ് പാക്കിന്റെ വീഡിയോ കണ്ട് ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ അതിന്റെ തമ്പനിൽ കണ്ടപ്പോൾ അത്രക്ക് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കിപ്പോ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു. അത് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ ആ പെണ്ണിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എനിക്കും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത്ര റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല, ട്രൈ ചെയ്ത് നോക്കാത്ത ഞാനും ആ സംഭവം ഉണ്ടാക്കി. ഞാനിങ്ങനെ ഫേസ് പാക്കിൽ യൂസ് ചെയ്തിട്ട് കുറേ, കാരണം എൻ്റെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നമുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കും ഇവിടെല്ലാം കുറേ കുരുവും കാലം എല്ലാം ഉണ്ടായിന്. ഇപ്പോൾ ഇല്ലെന്നല്ല, എൻ്റെ സ്കിന്നിന് നല്ല പ്രശ്നമെല്ലാം ഉണ്ട്. അത് ഞാൻ കുറച്ചായിട്ട് ശരിയാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ആ ഇടയ്ക്ക് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്ക് ഞാനൊരു ഫേസ് പാക്ക് കണ്ട് 12 ലക്ഷത്തിൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ള കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ചേച്ചി അത്രക്കും അടിപൊളിയായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ചെയ്യാലോ എന്ന്. ഇത്രക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ സംഭവമല്ലേ, എന്തായാലും ചെയ്തു നോക്കാത്ത ഞാൻ എൻ്റെ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ ചെയ്തു നോക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ ഫേസിലോട്ട് ഇടുന്നില്ല, എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടിട്ട് കാണിക്കാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ, അതായത് എനിക്കിൻ്റെ ചൊറിച്ചിൽ അങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തായാലും ഫേസിലോട്ട് ഇടാന്നാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ഇന്ന് ഫസ്റ്റ് എന്നെല്ലാം എടുത്ത് മോന്തൊക്കെ വാരി ഇട്ടിട്ട് പണി വാങ്ങാൻ ഞാനില്ല. പണ്ടൊക്കെ എനിക്ക് അങ്ങനെയാ, മുമ്പ് എനിക്ക് ഇങ്ങനെയാ സംഭവിച്ചത്. കാരണം ഇങ്ങനെ എന്തൊക്കെയോ കാണും, അതെല്ലാം എടുത്തൊരു മൂട്ടൊക്കെ ഇടും. എന്നിട്ട് പിന്നെ കുറേ കുരുവും പ്രശ്നവും എല്ലാം വന്ന് ഇപ്പം എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്തിട്ടേ ഇടുന്നുള്ളൂ. അപ്പം എൻ്റെ കൈ നല്ല ഇപ്പം ലൈറ്റ് അടിച്ചതെന്ന് അറിയില്ല, നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. ടാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഹൈദരാബാദ് ട്രിപ്പ് പോയ ആ ഒരു സമയത്ത് ടാൻ വരെ എൻ്റെ കയ്യിലും ഫേസിലും ഉണ്ട്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ പറഞ്ഞല്ലോ സൺസ്ക്രീൻ ഈ അടക്കാ ഞാൻ വാങ്ങിയത് എന്ന്. പിന്നെ കുറച്ചാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിന് എൻ്റെ കുരുവും കലയെല്ലാം പോവാൻ ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിന്ന്. കടക്കാരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എടുത്തില്ല. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു, ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് അത് കാണിച്ചിട്ട് ഓരോ തന്ന മരുന്നും ഓയിൽമെൻറ്റൊക്കെ ഞാൻ നന്നായിട്ട് ആ ഒരു ടൈം വെച്ചിട്ടെന്ന് ഞാൻ നേരെ അപ്ലൈ ചെയ്ത്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പാതി പ്രശ്നം ഉണ്ടായത് കുറഞ്ഞ്. എനിക്ക് ഓരോ തന്ന മരുന്നിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷാണ്. എന്നിട്ട് ആ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് വേറൊന്നും അവർ തന്നു രണ്ടാമത്തെ പോക്കിൽ. പക്ഷെ അതെനിക്ക് ശരിയായിട്ടില്ല. ആദ്യം തന്നെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു വീഡിയോ ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഞാൻ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട്. ഫസ്റ്റ് ഇതിൽ നമുക്ക് വേണ്ടത് 3 ഈത്തപ്പഴമാണ് ഞാൻ എടുക്കുന്നത്. 3 ഈത്തപ്പഴം, നല്ല പഴുത്ത നല്ല ഉടയുന്ന പോലത്തെ ഒരു ഈത്തപ്പഴം. അതിലിട്ട് കുറച്ച് പാല്, അതും ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യില്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരു മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഇടുന്നതാണ് ശർക്കര. നമ്മൾ ബെല്ലോന്നെല്ലാം ചെല്ലൂല, അതിങ്ങനെ കുറച്ച് ചുരണ്ടിയിട്ട് ഇട്ടാലും മതി. എന്നിട്ട് ഇത് 3 മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ കുറച്ച് അരച്ചെടുക്കാം. ഇതിലേക്ക് എന്നിട്ടിടുന്ന സംഭവമാണ് ഇരട്ടി മധുരവും പിന്നെ കുറച്ച് തൈരും പിന്നെ അരിപ്പൊടിയും. ഇത് 3 മിക്സ് ചെയ്തിട്ട് നല്ലോണം തണുക്കാൻ വെക്കാം. അതായത് ഒരു 3 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പക്ഷെ ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് നമ്മൾ നല്ലോണം കുറച്ച് ടൈപ്പ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഒരു 3 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള കൊടുത്ത ഇൻഗ്രീഡിയൻസ് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കാം. കഴിക്കാൻ തോന്നിട്ടാ, നല്ല മണം. ഇത് ഈ ചിക്കു ജ്യൂസില്ലേ, ചിക്കു ഷേക്കില്ലേ, അതിൻ്റെ ഒരു മണം വെറുതെ. അതിൽ കമൻസിൽ ഞാൻ കുറേ കണ്ടായിരുന്നു അതിന് എണ്ണക്കെട്ട ഉണ്ണിയപ്പം ആവുമെന്ന്. അതുപോലെ പക്ഷെ നല്ല മണമുണ്ട്. എന്തായാലും ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഫേസിലോട്ട് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് അത്യാഗ്രഹമായിപ്പോയാലോ. അതുകൊണ്ട് ഞാൻ കയ്യിലോട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. കയ്യിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടിട്ടില്ലേ 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എത്ര 40 മിനിറ്റ്. അതാവുമ്പോൾ ഡ്രൈ ആയതിനു ശേഷം കുറച്ച് വെള്ളം ഇട്ടിട്ട് നമുക്ക് തുടച്ചളയാം. ഇതാണ് എൻ്റെ മുമ്പത്തെ കൈ. ഇത് ഞാൻ തേച്ച കൈ, ഇത് ഞാൻ തേക്കാത്ത കൈ. നമുക്ക് നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന്. നല്ല തണുപ്പുണ്ടാവേ. പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തോണ്ട് ഞാൻ ചേച്ചി വിചാരിച്ച കൺസിസ്റ്റൻസി ഇത് തന്നെയാന്ന് തോന്നുന്നത്. എനിക്ക് അതുപോലെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബേജാറായി പോകും. കാരണം ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവസാനം റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുറപ്പേ. ഡൺ, മതി, ഇത്ര മതി. കണ്ടോ, ടാസ്ക് എന്ന് പറയുന്നത് ഇതിന് 40 മിനിറ്റ് കയ്യിൽ വെച്ചിക്കണം. അതല്ല ഗൈസ്, ഞാൻ ഇവിടെ നിൽക്കാൻ ഒരാളെ കുളിച്ച് പാങ്ങായിട്ട് കുളിച്ച് റെഡി ആയിട്ട് അവളെ ബമ്പ കുഞ്ഞുമായിട്ട് വന്ന്. എന്താണ് ആയിട്ടില്ല ഓളെ മൃദുലമായ ചർമ്മത്തിലായിന്ന് വിചാരിച്ച്. ആയിട്ടില്ല. ഇവിടെ ഇതുണ്ട്, മണപ്പിച്ചോക്കണ.
മണിച്ചു ജസ്റ്റ് ഇങ്ങ് വാ മണിപ്പിച്ച് നോക്ക്. വാടാ എന്നാ അതിപ്പോ കരഞ്ഞോണ്ട് പോവും. അപ്പോൾ ഗായ്സ് ഒരു 40 മിനിറ്റ്സ് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ്സ് ആയിട്ടോ. എൻ്റെ കൈ ഞാൻ ഒന്ന് ഇത് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ആയാൽ നമ്മുടെ സ്കിന്നിങ്ങനെ ചുളിയും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇതിനി കഴുകി കളിയാനുള്ള സമയമായി. ഞാൻ ഇത് കഴുകിയിട്ട് വരാം. ഇത് ശരിക്കും കുറേ പണിയുണ്ട് കേട്ടോ. ഇങ്ങനെ കയ്യിൽ 40 മിനിറ്റൊക്കെ വെച്ച് വെക്കാൻ. ഞാൻ എന്തായാലും ഇത് കഴുകിയിട്ട് വരാം. ഇതാട്ടോ ഞാൻ കഴുകി വന്നിട്ട് എൻ്റെ റിസൾട്ട്. എനിക്കിത് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ, എനിക്ക് റിസൾട്ട് ഉണ്ട്, അതിൽ കാണിക്കുന്ന അത്രയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ കുഴപ്പമായിരിക്കും. പിന്നെ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഈത്തപ്പഴം അവർ വേറെയാണ് എടുത്തത്, ഞാൻ വേറെയാണ് എടുത്തത് വെറൈറ്റി. പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് റിസൾട്ട് കുറഞ്ഞിട്ടുണ്ടാവും എനിക്ക്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നില്ല. വെറുതെ എന്തിനാ, വെറുതെ വേണ്ട. ചിലപ്പോൾ ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ് കാരണമായിരിക്കും എനിക്കിതിൻ്റെ റിസൾട്ട് അത്ര കിട്ടാഞ്ഞത്. നിങ്ങളാരെങ്കിലും ഇത് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് പറയൂ കേട്ടോ. ഒന്ന് കമൻസിൽ അറിയിക്കുക ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന സംഭവമായിട്ട് വരും. അതുവരെയ്ക്കും ടാറ്റാ.